സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാമനും രണ്ടാമനും ഒക്കെ ജയിലിലായി കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരാൾ കൂടി ജയിലറയിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ജയശ്രീക്ക് തിരിച്ചടിയെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ അടുത്ത കുരുക്ക് മുറുകുകയാണ്. വാസുവിൽ നിന്നും വാസവനിലേക്കുള്ള ദൂരമല്ല എന്നുകൂടി ഓർക്കണം. കള്ളൻ കപ്പൽ തന്നെയാണെന്ന് ഒന്നാം ദിവസം മുതൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ ചുമ്മാതെ വിടാൻ ഒരുക്കമല്ല കോൺഗ്രസ് എന്നിവിടെ വീണ്ടും ഉറപ്പിക്കുന്നു. കോൺഗ്രസ് സൈന്യം കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ മാർച്ച് നടത്തിക്കൊണ്ട് പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ആ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുത്തു. സമരത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആലോചിക്കാൻ KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും MLA-മാരുടെയും യോഗം ഇന്ദിരാഭവനിൽ ചേരുകയും ചെയ്തു. പ്രതിഷേധ റാലിയിൽ സംസാരിച്ച ഓരോ നേതാക്കളും പറഞ്ഞതാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു കള്ളന്മാർ കപ്പൽ ഉണ്ടെന്ന്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതതലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം തിരക്കിട്ട അന്വേഷണത്തിലാണ്. 2019 പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപട്ടികയിലുണ്ട്. പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അക്കാലയളവിൽ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. അതേസമയം ദ്വാരപാലക കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീയുടെ ജാമ്യം ഇന്നാണ് കോടതി തള്ളിയത്. ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ചെന്നിത്തല നടത്തിയ ഒരു ഉഗ്രൻ പ്രസംഗമുണ്ട്. അയ്യപ്പനോട് കളിച്ച് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന കൂടുതൽ ദേവസ്വം പ്രസിഡന്റുമാർ അകത്താകുമെന്ന് ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നു. ചെന്നിത്തല പറഞ്ഞിട്ട് നാക്ക് വായിലേക്കിട്ടില്ല, അത് സംഭവിച്ചിരിക്കുന്നു. ചെന്നിത്തലയുടെ ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഓരോരുത്തരുടെ കളവ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല അയ്യപ്പനോട് കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി. ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് അകത്തു പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു കൊട്ടാരക്കര ജയിലിലാണ്. വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്ന ഇനിയും നിരവധി പേരാകാൻ പോകും. കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് മാത്രമല്ല ജയിലിൽ പോകുന്നത്. ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അയ്യപ്പന്റെ മുതൽ കട്ടവരാണ് ഇവർ. പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ്? പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ. പ്രമുഖ വ്യവസായിയായ വിജയ മല്യ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ആ സ്വർണത്തിൽ കണ്ണുവെച്ച ആളുകൾ ഓരോന്നോരോന്നായി നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകൂ. വാസു മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയുമോ? അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല, കമ്മീഷണറാണ്. ദേവസ്വം കമ്മീഷണറാണ്. ദേവസ്വം കമ്മീഷണറായി അന്ന് അധികാരത്തിലിരുന്ന വാസു ഇത് ചെയ്തെങ്കിൽ അതിന്റെ മുകളിലൊരു മന്ത്രിയില്ലേ? അതിനിടയ്ക്കൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലേ? ഇവർക്ക് നിയമത്തിന് മുമ്പിൽ വരേണ്ടവരല്ലേ? ഇപ്പൊ ചിലരൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് SITയുടെ മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു. അവരുടെ അസുഖം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്തർദേശീയ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു, മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിദ്യകളുമായി വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്ത ആളുകൾ മറുപടി പറയണം. മന്ത്രി മറുപടി പറയണം.
എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മന്ത്രിമാരടക്കം പറയണം. ഇപ്പൊ പുതിയ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വെച്ചിരിക്കുന്നു. CN ജയകുമാർ, കെ ജയകുമാറിനെ തിരുവനന്തപുരത്തേക്കാരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം നല്ല മനുഷ്യരാണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും തർക്കവുമില്ല. അദ്ദേഹത്തെ ഇപ്പൊ വെച്ചതെന്തിനാണ്? 10 വർഷം അദ്ദേഹത്തെ പോലെ ആളുകളെ വെച്ചില്ലല്ലോ. ഈ സ്വർണ്ണക്കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ്, മുഖമൊന്ന് വെളുപ്പിക്കാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയിരിക്കുന്നത്.